കുറവിലങ്ങാട് ഗാന്ധി പ്രതിമയുടെ സമർപ്പണം ബുധനാഴ്ച നടക്കും. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷനിൽ സ്ഥാപിക്കുന്ന ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം കോൺഗ്രസ് നേതാവ് VM സുധീരൻ നിർവഹിക്കും. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് കുറവിലങ്ങാട് ടൗണിൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ മൈതാനത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നത്. ജനകീയ കമ്മിറ്റിയുടെ ശ്രമഫലമായാണ് ഗാന്ധി പ്രതിമയുടെ സ്ഥാപനം നിർവഹിക്കുന്നത്. പ്രതിമയുടെ അനാച്ഛാദനം ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന VM സുധീരൻ നിർവഹിക്കും. തുടർന്ന് PD പോൾ സ്മാരക ഹാളിൽ ചേരുന്ന സമ്മേളനം VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ചടങ്ങിൽ അധ്യക്ഷയായിരിക്കും. തോമസ് ചാഴികാടൻ MP, മോൻസ് ജോസഫ് MLA, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC കുര്യൻ, കുറവലങ്ങാട് മാർത്തമറിയം പള്ളി ആർച്ച് പ്രീസ്റ്റ് റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ കുട്ടിയാനിയിൽ തുടങ്ങിയവർ പ്രസംഗിക്കും. ആ പ്രതിമ സ്ഥാപിക്കുന്നത് പൂർണ്ണമായും ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അവരുടെ സംഭാവന സ്വീകരിച്ചുകൊണ്ടാണ് നടത്തേണ്ടതെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സമീപിക്കുകയും അവരെല്ലാവരും വളരെ ഉദാരമായി ഈ പ്രതിമയ്ക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് 14 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഒരു പ്രതിമ സ്ഥാപിക്കാൻ 14 ലക്ഷം രൂപയോളം ചെലവ് വരും. മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഇവിടെ വളരെ നേരത്തെ തന്നെ വയ്ക്കേണ്ടതായിരുന്നു. അതിപ്പോഴെങ്കിലും സാധിച്ചതിൽ വലിയ അഭിമാനമുണ്ട്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കിവിടെ മതമോ ജാതിയോ രാഷ്ട്രമോ ഒന്നും നോക്കാതെ ഇതെടുത്തു എല്ലാവരിൽ നിന്നും കിട്ടുന്ന സംഭാവന മേടിച്ച് 14 ലക്ഷം രൂപയുടെ ചെലവ് വരുന്നതാണ്. ആ പ്രതിമ ഇവിടെ നാളെ അനാച്ഛാദനം ചെയ്യുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ചെയർപേഴ്സണും ഡോക്ടർ ജോസ് മാത്യു കൺവീനറുമായുള്ള സമിതിയാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചത്. 14 ലക്ഷം രൂപയാണ് പ്രതിമ സ്ഥാപിക്കുന്നതിനായി ചെലവഴിച്ചത്. പൊതുജന പങ്കാളിത്തത്തോടെയാണ് സാമ്പത്തിക സമാഹരണം നടത്തിയത്. 101 അംഗ സമിതിയാണ് പ്രതിമാ സ്ഥാപനത്തിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. 9.5 അടി ഉയരമുള്ള ഗാന്ധി പ്രതിമ ഒരുക്കിയത് ഉണ്ണിക്കാനായി എന്ന ശില്പിയാണ്. ശില്പം പൂർത്തിയാക്കുന്നതിന് 6 മാസം വേണ്ടി വന്നു. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ഒട്ടേറെ ചരിത്ര പുരുഷന്മാരുടെ ശില്പം നിർമ്മിച്ച കലാകാരനാണ് ഉണ്ണിക്കാനായി. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേനടയിൽ മഞ്ജുലാൽ തറയിൽ ഗരുഡ ശില്പവും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ 12 അടി ഉയരമുള്ള മഹാദേവ ശില്പവും ഉണ്ണിക്കാനായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ സ്വദേശിയായ ഉണ്ണിക്കാനായിയുടെ 40ാമത് ഗാന്ധി ശില്പമാണ് കുറവലങ്ങാട്ട് അനാച്ഛാദനം ചെയ്യപ്പെടുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.